കൃഷാന്തിന്റെ പുരുഷപ്രേതം എന്ന സിനിമയിൽ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മൂവിയാണത്. ചേട്ടൻ അതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചേട്ടൻ ഒന്ന് പറയാമോ? കൃഷാന്തിന്റെ പുരുഷപ്രേതം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. കൃഷാന്തിന് എനിക്ക് അതിന് മുമ്പ് പരിചയമൊന്നുമില്ല. കൃഷാന്തിന്റെ പടങ്ങള് ഞാൻ കൃഷാന്തിനെ കുറിച്ച് ഇങ്ങനെ ജസ്റ്റ് കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ നായകനായിട്ട് പുരുഷപ്രേതത്തിൽ നായകനായിട്ട് അഭിനയിച്ച പ്രശാന്ത് അലക്സാണ്ടർ, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഒരു സിനിമയുടെ ഷൂട്ടിന് ചെന്നപ്പോൾ പ്രശാന്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പടം, ഞാൻ പേരൊന്നുമില്ല, ഒരു പടത്തിലുണ്ട്, ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ വേറെ ആൾക്കാരൊക്കെയാണ് അവർക്ക് താല്പര്യം. അപ്പോൾ ഓരോ തവണ ഷൂട്ട് ബ്രേക്ക് വരില്ലോ, ഓരോ തവണ വരുമ്പോഴും ചോദിക്കും എന്തായി. അപ്പോൾ ഇല്ല, മറ്റാളെയാണ് താല്പര്യം, മറിച്ചാളെയാണ് താല്പര്യം. ഒരു വട്ടവും പറഞ്ഞു കയറാൻ സാധ്യതയുണ്ട്, ചേട്ടൻ കയറും ചിലപ്പോൾ. അപ്പോൾ പ്രശാന്തിന് ഞാനതിൽ അഭിനയിക്കണം എന്നുണ്ട്. കൃഷാന്ത് സംവിധായകനും ഞാൻ അഭിനയിക്കണം എന്നുണ്ട്. പക്ഷെ വേറെ ആളാണ് കുറച്ചും കൂടി ഇതുള്ളത്. ശരി. അപ്പോൾ വേറെ ആള് എനിക്ക് പകരം വെച്ചിരുന്ന ആള് കുറച്ച് പൈസ കൂടുതൽ ചോദിച്ചു എന്ന് പറഞ്ഞു. പ്രശാന്ത് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര ചോദിച്ചത്? അപ്പൊ അവന്റെ എമൗണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്ര എമൗണ്ട് ഇല്ലേ, എന്നാ പിന്നെ നീ അന്യം വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഏയ് അങ്ങനെ പറയരുത്, ഇത് ഞാൻ നായകനായിട്ടുള്ള അവൻ തന്നെ എവിടെ നിന്നൊക്കെ പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കുന്ന സിനിമയാന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് പൈസ തരണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത്. പക്ഷെ അവര് പൈസ ഒക്കെ തന്നു, ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിൽ എൻ്റർ ചെയ്യണത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കൃഷാന്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ കൃഷാന്തിൻ്റെ സിനിമകൾ താകൃതിയിലുള്ള ചതുരൊന്നും, പിന്നെ അതിന് തൊട്ടുമുമ്പ് അവാർഡ്, സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്ന ആ ഇയറിൻ്റെ സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു പടത്തിന് ഏതായിരുന്നു ആ പടം, പേര് മറന്നുപോയി. ആ പടമൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഇത്തിരി ബുദ്ധിജീവിതം കൂടുതലുള്ള സിനിമയായിട്ട് നമുക്ക് തോന്നും. എന്നാൽ നമ്മളെ പിടിച്ചിരുത്തും ചെയ്യും സിനിമ. ബുദ്ധിയൊന്നും, അതായത് നിങ്ങൾ വലിയ ബുദ്ധിയൊന്നും ആവണ്ട, പക്ഷെ എന്തോ ഒരു സാധനം ആൾ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആളുടെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് അപ്പൊ ആൾ IT മേഖലയിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. അങ്ങനെ ഞാൻ ഒരു ഷൂട്ടിന് ചെന്നപ്പോൾ ഈ പരിപാടി ഒന്നും ഇല്ലാത്തൊരു സാധു മനുഷ്യൻ. ഞാൻ പിന്നീട് കൃഷാന്തായിട്ട് പലപ്പോഴും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. നമ്മളവൻ്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് പുള്ളിക്കാരൻ തോന്നില്ല. അത് ചേട്ടാ ഞാനേ നമ്മുടെ സിനിമയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഒരു സാധനം ചെയ്ത് നോക്കിയപ്പോൾ അത് രസമുണ്ട്, അങ്ങനെ വെച്ചതാണ്. അതിനെയാണ് നമ്മൾ ബുദ്ധിജീവിതത്തിലായിട്ട് പറയുന്നത്. അവൻ അതിനെ അങ്ങനെ കാണണേ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ചില പരിപാടികളാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ കാണുന്നത്. അപ്പോൾ തിയേറ്ററിൽ ഇപ്പം നമ്മൾ ചില പെയിന്റിങ്ങുകളൊക്കെ കാണണമെങ്കിൽ, മറ്റേ മണിരത്നാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അങ്ങനെ പെയിന്റിങ്ങുകൾ അഡാപ്റ്റ് ചെയ്ത് സിനിമകൾ ചെയ്തിട്ടുള്ളത്. ഫ്രെയിമുകൾ എന്ന് പറഞ്ഞു കേൾക്കണം, വേറെ ആൾക്കാരും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് ഇവന്റെ ഫ്രെയിമുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാന്ന് പറഞ്ഞു. അപ്പൊ നെഗറ്റീവ് ഫ്രെയിം എന്താന്ന് എനിക്ക് പിടിയില്ല. അപ്പൊ പ്രശാന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നെഗറ്റീവ് ഫ്രെയിം ആണത്. അപ്പൊ ഞാനും പിന്നെ നെഗറ്റീവ് ഫ്രെയിം നമുക്കറിയാലോ എന്നുള്ള നിലയിലിരുന്നു. പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലായി. അതിന്റെ ആ സിനിമ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരുന്നു. കാരണം പകുതിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അത് പകുതിയുടെ ആവശ്യം എന്തിനാണ്? ഒരാളുടെ പകുതി ഉണ്ടാവില്ല. ആ പകുതിയുടെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ആ സാന്നിധ്യം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. ഞാനിപ്പോ കുറെ നാൾക്ക് ശേഷമാണ് പറയണേ, അത് കാരണം എനിക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ അത് ശരിയാണല്ലോ, ഇതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു ഫ്രെയിം സിനിമയിൽ വെക്കണേ? ഇപ്പൊ 3 പേര് ഇരിക്കുന്നു, ഞാന്, നമ്മുടെ ദർശന, പിന്നെ പ്രശാന്ത് കൂടിയിട്ടുള്ള ഒരു സീനുണ്ട്, ഒരു ക്ലൈമാക്സ് തൊട്ടും. 3 പേര് ഇരിക്കുന്നതില് ചിലപ്പോ ഒരാളുടെ പകുതിക്ക് ഉണ്ടാവുള്ളൂ. ആ സിനിമ കാണണം. അപ്പൊ ഞാനത് കണ്ടിട്ട് അതിന്റെ ആവശ്യമില്ലല്ലോ, അങ്ങനെയും ചിന്തിക്കാലോ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അവൻ പച്ചും ചോപ്പ് ലൈറ്റൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കും. ഇപ്പൊ എന്തിനാ ഈ പച്ചും ചോപ്പൊക്കെ ലൈറ്റ് ഇട്ട്, മറ്റേ ഡ്രാമോസ്കോപ്പ് നടത്തുന്ന പോലെ ഇങ്ങനെ തിരികില്ലേ, ടണ്ടേ, അതേപോലെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചു. പക്ഷെ സിനിമ വന്നപ്പോ ഭയങ്കര രസമുണ്ട്. നമ്മള് പറയും അയാളൊരു ബുദ്ധിജീവി പോലത്തെ സിനിമകളൊക്കെ എടുക്കുന്നത്. പുരുഷപ്രേതം കണ്ടിട്ട് ചിരിച്ച് നമ്മൾ മരിക്കും. അപ്പൊ എന്ത് ബുദ്ധിയില്ലാത്ത ആൾക്കാരാണോ ചിരിപ്പിക്കണേ? അല്ലല്ലോ. ബുദ്ധിയും നമ്മൾ ബുദ്ധിജീവി സിനിമ എന്ന് പറഞ്ഞ ആൾക്കാരെ തള്ളിക്കളയുമ്പോൾ അത് പലതും നമുക്ക് ഭയങ്കര ആസ്വദിക്കാൻ പറ്റുന്ന പല സിനിമകളുണ്ട്. നമ്മൾ പറയും എത്ര ബുദ്ധിജീവി സിനിമ നമുക്ക് പറ്റില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു ചില മിഠായി കടലാസിൽ പൊതിഞ്ഞു വയ്ക്കും ചില സിനിമകളെ, അത് ബുദ്ധിജീവി സിനിമയാണ്, അത് കാണണ്ടെന്നൊക്കെ പറയണേ. അങ്ങനെ ഇല്ല. കാരണം ചില സിനിമകൾ അങ്ങനെ ഉണ്ടാകും. എല്ലാ സിനിമകളും നല്ലതെന്നല്ല ഞാൻ പറയണേ, മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഈ പുരുഷപ്രേതമൊക്കെ കണ്ടിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയില്ല, അതിനാണ് ഞാൻ മുൻകൂർ പറഞ്ഞത്. ഞാൻ അഭിനയിച്ചിട്ടുള്ള പല സിനിമകളും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഇഷ്ടമാവാറില്ല. പുരുഷപ്രേതം കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പുരുഷപ്രേതം സിനിമയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സിനിമയുടെ മേക്കിംഗ് കാണുമ്പോഴേ തന്നെ നമുക്കത് കാണാൻ തോന്നും. തന്നെയല്ല ഭയങ്കരമായിട്ട് ഹ്യൂമർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷൂട്ടിന്റെ സമയത്ത് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ എന്നിട്ട് അതില്
ആ സിനിമയുടെ ഒരു ചില രീതികൾ നമുക്ക് മനസ്സിലാവുന്നത്. ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ടാ. അപ്പോൾ പൊതുവെ നമ്മൾ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുമ്പോൾ ഈ കണ്ണട വയ്ക്കില്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ കണ്ണടയുടെ മുകളിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചു അതിൽ സിനിമയിൽ. എന്നിട്ട് ഒരു സമയത്ത് ഞാൻ അതെടുത്ത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് സാധാരണ ആൾക്കാർ ചെയ്യുന്നതൊക്കെയാണ് നമുക്കറിയാം. പക്ഷെ ആ സിനിമയുടെ അത് കഴിഞ്ഞിട്ട് ഇതൊന്നും അറിയാനാണ് പിന്നെ നോക്കുമ്പോൾ ഒരു ഷാവ് കലർ സീനിൽ എല്ലാ ആക്ടേഴ്സിനും കൂളിംഗ് ഗ്ലാസ് വെപ്പിച്ചിട്ട് എല്ലാ ആക്ടേഴ്സും ഒരാൾ മരിച്ചു കിടന്ന് നോക്കുന്നത്, പ്രധാന കഥാപാത്രങ്ങൾ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് മഴയത്തൊന്നും നോക്കുന്നത്. അവനത് ചീപ്പിച്ചിരിക്കണേ. ഞാൻ ചെയ്തതുകൊണ്ടല്ല പറയണത്. പക്ഷെ നമുക്ക് ആ സിനിമയുടെ രീതി കാണുമ്പോൾ നമുക്ക് തോന്നും ചില കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് കൃഷാന്തിന്റെ പുരുഷപ്രേതത്തിന്റെ ഒരു അനുഭവം. നല്ല കക്ഷിയാണ്, നന്നായി സംസാരിക്കും. എക്സ്പ്ലോർ ചെയ്യപ്പെടാൻ ചേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? അത്ര ഡിഫറെന്റ് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലല്ലോ. നമ്മള് ഞാൻ ആ വർക്ക് എടുക്കില്ല എന്നൊക്കെ പറയാൻ ഒന്നില്ലെങ്കിൽ അത്ര വലുതാവണം, അത്ര വലുതാവണ്ട. എന്നാലും നമുക്ക് അതിന്റെ ഒരു ചോയ്സ് ഭയങ്കര കുറവായിരിക്കും എപ്പോഴും തോന്നുന്നു നമ്മളെ പോലുള്ള ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാർക്ക്. ശരി, ചേട്ടൻ ചെയ്തതിൽ ചേട്ടനെ മാറ്റിമറിച്ചു എന്ന് തോന്നിയ എന്തെങ്കിലും കഥാപാത്രങ്ങൾ ഏതായിരിക്കും? മാറ്റിമറിച്ചത് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വേണമെങ്കിൽ ജോസഫിനെ കുറിച്ച് പറയാം. കാരണം ജോസഫ് സിനിമ ഞാൻ ഒറ്റ കണ്ടിട്ടുള്ളൂ. എനിക്കിഷ്ടായിട്ടില്ല, തമാശ പറഞ്ഞ. അത് ഇഷ്ടാവാൻ ഞാൻ പിന്നീട് ആലോചിച്ചു, പിന്നെ എന്തുകൊണ്ട് എനിക്കത് കാണാൻ തോന്നില്ല. ഇത്രയും വട്ടം കാണുമ്പോൾ ആൾക്കാർ ഇത്രയും കൊട്ടിഘോഷിക്കുമ്പോൾ ഇപ്പോഴും ജോസഫിന്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്, എന്തുകൊണ്ട് എനിക്കത് രണ്ടാമത്തെ കാണാൻ തോന്നില്ല? സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുമല്ലോ. ഞാനാണെങ്കിൽ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഡബ്ബിങ് ജോസഫിന്റെ നടക്കുമ്പോൾ ജോജു ജോർജ്, സാധാരണ നമ്മൾ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ജോജു ജോർജ് വിളിക്കും. വൈകും ജോജിന് മുൻപേ സൗഹൃദം ഉണ്ട്, അവിടെ ഇരിക്കല്ലേ, വീട്ടിൽ വരും, ഇവിടെ വയോ എന്ന് പറഞ്ഞു അവിടെ പോയിരിക്കും. അങ്ങനെ കുറേ വട്ടം കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ കുറേ വട്ടം കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകുമല്ലോ. അത് കയ്യോടെ തന്നെ തിയേറ്ററിൽ പോയിട്ട് അത് കാണുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്കത് എന്റെ മൂവി എന്നെ സൂഹിക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ നോക്കാം, കുഴപ്പമില്ലാണ്ട് പോയിട്ടില്ലേ എന്ന് അത്രേ നമ്മൾ വിചാരിക്കുള്ളൂ. എന്റെ ഒരു മൂവി ഈ പറയുന്ന പോലെ ആൾക്കാരിങ്ങനെ ഇത് പോലെ എനിക്ക് രണ്ടാമട്ടം കാണാൻ തോന്നിയിട്ടില്ല. മൂവി നല്ലതോ ചീത്തയോ നല്ലതോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എഴുത്തുകാരൻ ഷാഹിയും ജോജു എന്നെ തല്ലിക്കൊല്ലായിരിക്കും. എനിവേ എനിക്കതങ്ങനെ ചിലപ്പോൾ ആ സമയത്തത്തെ കാര്യമായിരിക്കും. പിന്നീട് എനിക്ക് കാണാനും തോന്നിയിട്ടില്ല. ഞാൻ ഞാൻ ഒരുപാട് സിനിമകൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ആളാണ്, പല സിനിമകളും. എന്റെ സിനിമകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് എന്നെ കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്ക് കാണാറ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ചേട്ടന്റെ പല സിനിമകൾ കണ്ടു, ചേട്ടൻ ഡബ് ചെയ്യുമ്പോൾ എല്ലാം ചേട്ടൻ ഒരു വട്ടം എന്തായാലും കാണുമല്ലോ അല്ലെ? അല്ല, ഒരു വട്ടം എല്ലാ സിനിമകളും ഒരു ഡബ് ചെയ്യുന്ന നമ്മുടെ പോർഷൻ കാണും. അതായത് ഇപ്പോ നമ്മളിപ്പോ തിയേറ്ററിൽ പോയി കാണുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ OTT വന്നാൽ കാണാമല്ലോ. അതെ, ഞാൻ എനിക്കൊരിക്കലും അങ്ങനെ പറ്റും എൻ്റെ പടം വന്നിട്ടല്ലോ കാണാമെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതൊരു ഞാനൊരു സംഭവമാണെന്നുള്ള തോന്നിയിട്ടില്ല, എനിക്കെന്തോ തോന്നിയിട്ടില്ല. ഞാൻ ആ സമയത്ത് വേറെ ഏതെങ്കിലും മൂവി, വേറെ ഏതെങ്കിലും ലാംഗ്വേജോ എന്തെങ്കിലും സിനിമകൾ കാണാനാണ് ഞാൻ. കാരണം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാനത് ചൊരന്ന് മാന്തി അതിന്റെ കഥയും കാര്യങ്ങളും എടുക്കും. ഒറ്റ സീനായാലും അതിന്റെ ഏകദേശം, ചിലതൊന്നും കിട്ടില്ല, ചിലതൊക്കെ നമുക്ക് ഏകദേശം തരാം. അപ്പൊ അതില് നമ്മുടെ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയോ ഇല്ലാതാവുകയോ ചെയ്യും ആ പടം. ചെയ്ത് കഴിയുമ്പോ നമ്മളെ പിന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലെ പടം വിജയിപ്പിക്കണം. ചില സിനിമകൾ അങ്ങനെ വിജയിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ പടം ഇറങ്ങരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ആ പടം ഹിറ്റായി, അപ്പൊ നമ്മൾ ആ പടം ഹിറ്റായി, പിന്നെ ഹിറ്റാവും ആൾക്കാർക്ക് മണ്ടന്മാര് എന്നൊക്കെ വിചാരിച്ചിട്ട് ആ സിനിമ കണ്ടപ്പോൾ ശരിയാണല്ലോ, എന്റെ കാൽക്കുലേഷൻ മുഴുവൻ തെറ്റായിരുന്നല്ലോ എന്നും തോന്നിയിട്ടുണ്ട്. ചേട്ടൻ റിജക്ട് ചെയ്ത ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ വന്നിട്ട് വേണ്ട ഇത് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള? എനിക്കൊന്ന് ചേട്ടൻ ഒരുപാട് ഇങ്ങനെ സ്ക്രീൻ ചെയ്യുന്ന ഒരാളാണ് ഒരു ക്യാരക്ടർ. ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഓപ്ഷൻസ് ഭയങ്കര കുറവാണ് നമ്മളെ പോലുള്ള ആൾക്കാർക്ക്. എന്നെ ക്ഷണിക്കുകയും ഞാൻ വേണ്ടെന്ന് പറയുകയും പിന്നീട് ഞാൻ സമ്മതിക്കുകയും പിന്നെ നടക്കാണ്ട് പോവുകയും ചെയ്ത ഒരു സിനിമയുണ്ട്. അങ്ങനെ മഹേഷ് നാരായണന്റെ രണ്ടാമത്തെ പടം തോന്നുന്നു, മാലിക് എന്ന് പറഞ്ഞ പകർന്ന നായകനായ സിനിമ. അപ്പോൾ അതിൻ്റെ മഹേഷിൻ്റെ അസോസിയേറ്റ് എന്നെ വിളിക്കുന്നു, ഒരു പെൺകുട്ടിയാണ്, എനിക്കാരും പരിചയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചു, ചേട്ടാ ഒരു വേഷമുണ്ട് മഹേഷ് സാറിൻ്റെ പടത്തിൽ, മഹേഷ് സാർ പറഞ്ഞിട്ട് വിളിക്കണേ. അപ്പം എനിക്ക് മഹേഷ് നാരായണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് വേഷം, ഒരു പോലീസുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോലീസുകാരൻ ചെയ്യുന്നില്ല. കാരണം ആ സമയത്ത് ജോസഫ് ഇറങ്ങിക്കഴിഞ്ഞു, പോലീസുകാരൻ, പിന്നെ കൽക്കി എന്ന് പറഞ്ഞ സിനിമയിൽ പോലീസുകാരൻ കഴിഞ്ഞു.
അപ്പൊ വീണ്ടും അങ്ങനെ ഒരു പോലീസുകാരൻ ചെയ്യണ്ട എന്നുള്ള ഒരു ഇതില്. അത് കഴിഞ്ഞ ഒരാഴ്ചയോ 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പെൺകുട്ടി എന്നെ വിളിച്ചു. ശാലിനി എന്നാന്ന് തോന്നുന്നു അവരുടെ പേര്. സാറ് പറഞ്ഞു ഒന്നും കൂടി ഒന്ന് വിളിക്കുക, ഒന്ന് വരാവോ സാറിനെ കാണാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ മഹേഷ് നാരായണനെ കുറിച്ചിട്ട്, അപ്പോൾ എനിക്ക് ആ കൂടി ഒരു ഇൻഫർമേഷൻ മഹേഷിനെ കുറിച്ചുള്ള മഹേഷ് തോന്നുന്നു മറ്റേ ടേക്ക് ഓഫ് എന്തോ സിനിമ മഹേഷ് അത് എനിക്കറിയാം. പിന്നെ വിശ്വരൂപത്തിന്റെ എഡിറ്റർ മഹേഷാന്നറിയാം. ഇത് 2 ഇൻഫർമേഷൻ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ അപ്പോഴേക്കും ഞാൻ നെറ്റിലല്ലേ കിടക്കണേ. അപ്പോൾ നോക്കിയപ്പോൾ അയ്യോ എൻ്റെ പൊന്നോ ഇയാളെയാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്, മോശക്കേടായില്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ കുട്ടി വീണ്ടും വിളിക്കുന്നത്. ഞാനത് വിട്ടു. അവരെന്നെ വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് മഹേഷിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ വേറൊരു ആക്ടർ ഇരിക്കുന്നു, മഹേഷ് ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ മഹേഷിനെ എന്നെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. എന്നെ ആർക്കും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ വിചാരം. അപ്പോൾ ചേട്ടാ ഞാൻ മഹേഷ്, ഞാൻ എനിക്ക് കേട്ടിട്ടുണ്ട്. അങ്ങനെ മഹേഷ് മുഴുവൻ കഥ പറഞ്ഞു. അപ്പോൾ മഹേഷ് കഥ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്നിട്ട് കഥ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു പോലീസുകാരനുണ്ട്, ആ പോലീസുകാരൻ ചേട്ടൻ ചെയ്യണം ഇങ്ങനെയൊക്കെ കൈ പിടിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, അല്ല ചേട്ടൻ ചെയ്താൽ എനിക്ക് വലിയ സന്തോഷമാവും. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യേണ്ടെന്ന് പറയുന്നത് പടത്തിനു ഗുണം ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഇനിയിപ്പോൾ എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല. അത് ചില ഈ നമ്മൾ സംവിധായകരായിട്ടുള്ള ഒരിത് നമ്മളെ വിളിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരായിട്ട് നമ്മളോട് ബാക്കിയുള്ള ചില ആൾക്കാരെ ഇടപെടില്ല അതിലങ്ങനെ ഒരു ചെറിയ. അപ്പോൾ മഹേഷായിട്ട് എത്ര അടുപ്പുണ്ടായെന്ന് ആലോചിച്ച് നോക്കണം അതിൽ. കാരണം അവനത് മാലിക് സിനിമ ഈ വലിയ തിരുവനന്തപുരം ഭാഗത്ത് ഭീമാപ്പള്ളി അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്ററി ഫോട്ടോസ് ഡോക്യുമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്, സ്ക്രിപ്റ്റ് കാണിക്കുന്നുണ്ട്, അതിന് കഥ പറയുന്നുണ്ട്, ഒക്കെ കാണിച്ചിരുന്നു. ഇതിങ്ങനെ പലതും പറയും, ഇതൊന്നും സ്ക്രിപ്റ്റിൽ ഉണ്ടാവില്ല. അന്ന് വൈകുന്നേരം അവൻ എനിക്ക് ഫുൾ PDF അയച്ചു തന്നു. ഞാൻ രാത്രി ഇരുന്ന് മുഴുവൻ വായിച്ചു. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. വലിയ സിനിമയാണ്. 3 മണിയായപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു. പുലർച്ചെ 3 മണിയായപ്പോൾ ഞാൻ മുഴുവൻ വായിച്ചു. ഭയങ്കര കാരണം എന്നോട് പറഞ്ഞ ഈ ഡോക്യുമെൻ്ററികളിലുള്ളതും ഫിക്ഷനും എല്ലാതും ആ സ്ക്രിപ്റ്റിലുണ്ട്. സാധാരണ ആൾക്കാർ പറയുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ പടം കണ്ടപ്പോൾ അത് അങ്ങനെ വന്നില്ല എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. റിഗ്രഷൻ ഒന്നുമില്ല, അങ്ങനെ റിഗ്രഷൻ ഒന്നുമില്ല. പക്ഷെ ഞാൻ അപ്പോൾ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ കൺസീവ് ചെയ്തതുപോലെ ആ പടത്തിലെ ആക്ടർ പ്രസിദ്ധമായിട്ടുള്ള ആക്ടറാണ്, അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ അല്ലല്ലോ അത് കൺസീവ് ചെയ്യേണ്ടതെന്ന് ഒരു തോന്നലുണ്ട്. അപ്പൊ എനിക്ക് തോന്നി കുഴപ്പമില്ല, എന്നെക്കാളും ഞാൻ ബഹുമാനിക്കുന്ന മികച്ചനായിട്ടുള്ള ഒരു നടനാണല്ലോ അത് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഞാൻ മികച്ചതാണല്ലോ എന്നൊക്കെ തോന്നുമല്ലോ. അങ്ങനെ സാധാരണ ഡ്രാമ ആർട്ടിസ്റ്റുകൾ പറയുന്നത് സിനിമയാണ് എളുപ്പം, കാരണം റീടേക്കുകൾക്ക് അവസരമുണ്ട്. നമ്മളൊരു ചെറിയ പോർഷനാണ് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടം പോലെ പ്രാവശ്യം അതിനെ ഇത് ചെയ്യാം, വേണ്ട അത്രയും പ്രാവശ്യം ചെയ്തു നോക്കാം എന്നൊക്കെ. പക്ഷെ ഡ്രാമ എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് അതിനുള്ളൊരു പോസിബിലിറ്റീസ് ഇല്ല. നമ്മൾക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് ഉറപ്പായിട്ടും ഡ്രാമയാണ് എന്നാണ് ഒട്ടുമിക്ക ഡ്രാമ ആർട്ടിസ്റ്റുകൾ സിനിമയിലേക്ക് വന്നിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ കോൺട്രഡിക്ടറി ആയിട്ടാണ് ചേട്ടന്റെ അഭിപ്രായം. ആ ഒരു കോൺട്രവേഴ്സിറ്റി ഉണ്ടാവാൻ വേണ്ടി ഞാൻ പറഞ്ഞാണെന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ അനുഭവത്തിൽ പറയുന്നതാ. അത് ഞാനൊരു ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനന്ന് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി പറയാം. കാരണം ഞങ്ങളുടെ സംഘത്തിൽ, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പം മുതൽ ഞാൻ നാടകം ഒരു 10-20-21 വയസ്സ് മുതൽ നാടകം ചെയ്യുമ്പോൾ ഒരുപാട് റിഹേഴ്സൽ ചെയ്യും. എന്നിട്ടാണ് അത് ഫസ്റ്റ് പെർഫോമൻസ് വയ്ക്കുക. അപ്പോൾ ഒരുപാട് റിഹേഴ്സലുകൾ കിട്ടും. അപ്പോൾ ഒരു മാസമൊക്കെ മിനിമം ഞങ്ങൾ ക്യാമ്പ് ചെയ്യും. അതിലൊരു 10 ദിവസം കഴിയുമ്പോഴേ നമുക്ക് ഓരോ ഡയലോഗ് അല്ലെങ്കിൽ ഓരോ സീനിന്റെ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ 10 ദിവസം, പിന്നെ 20 ദിവസം കഴിഞ്ഞിട്ട് ആണ് എനിക്ക് പെർഫോമൻസ് വരുന്നത്. വേണമെങ്കിൽ അതും ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഡേറ്റ് പിന്നെ നീട്ടും. അപ്പോൾ 20 ദിവസം എനിക്ക് ഈ ഡയലോഗ് പറയാം. നീ അവിടെ നിൽക്ക്, ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലാൻ വരികയാണെന്നാണ് ഡയലോഗ് എന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ പറഞ്ഞാൽ നീ അവിടെ നിൽക്ക്, ഞാൻ നിന്നെ കൊല്ലാൻ വരികയാണെന്ന് അടുത്ത റിഹേഴ്സലിന് പറയാം. ഇത് പല രീതിയിൽ പറഞ്ഞു നോക്കി എനിക്കത് എൻ്റെ മൂശയിലെന്നോ എന്നൊക്കെ പറയില്ലേ, അതിലിട്ടിട്ട് ഉരുക്കി ഒഴിച്ച് ഒരു ഡയലോഗാക്കി എടുത്ത് മാറ്റാം. സമയമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് ഒരു അവതരണം, ആദ്യത്തെ ദിവസത്തെ അവതരണം കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് ശരിയായില്ല, എനിക്ക് അടുത്ത അവതരണത്തിലേക്ക് മാറ്റാം. ഞാൻ മാറ്റാൻ ശ്രമിക്കാറുണ്ട്, മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ കോ ആക്ടർക്ക് ശല്യം ഉണ്ടാവരുന്നത് മാത്രം, അല്ലെങ്കിൽ കോ ആക്ടർക്ക് അത് ബാധിക്കാതെ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ കത്തിയെടുത്ത് കുത്തണ പോലെ കാണിക്കണ്ടല്ലോ, ഇതുവരെ അങ്ങനെ ചെയ്തില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറയടാ ഞാൻ കത്തിയെടുത്ത് കുത്തണ പോലെ കാണിക്കൂട്ടോ, അതൊന്ന് മാറ്റി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
മിക്കവരും നേരത്തെ ഇപ്പോൾ സീനൊക്കെ തരും, ചിലപ്പോൾ തരില്ല. ഓ. അപ്പോൾ നമുക്കൊരു കഥാപാത്രത്തെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഓർഡറൊന്നും ഉണ്ടാവില്ല സിനിമയിൽ എടുക്കുന്നത്. ഒരു ഉദാഹരണം പറയാതെ, അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തരിക എന്ന് പറയാം. ജോസഫ് എന്ന് പറഞ്ഞ സിനിമ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ജോസഫ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ ടീസറാക്കി വിട്ടിട്ടുള്ള ഒരു സാധനമുണ്ട്. അത് ഞാൻ എന്തോ ഒരു മഹസർ വായിക്കുന്നതാണ്, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അപ്പൊ ആദ്യം അതിന്റെ ടീസർ ജോജു ഇങ്ങനെ പുകയൊക്കെ വിട്ടിട്ട് മറ്റേ ടട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടീസറായിരുന്നു, ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത്. അത് ഞാനും പോയിട്ടുണ്ട് എഡിറ്ററുടെ അടുത്ത്, ജോജുനെ വിളിച്ചിട്ടുണ്ടായിട്ട് പുകയൊക്കെ വിടുമ്പോൾ അടിയിൽ ജോസഫ് എഴുതി കാണിക്കുന്നത്. പിന്നീട് വേറെ ഒരു ആളുടെ നിർദ്ദേശപ്രകാരമാണ് അത് മാറ്റിയിട്ട് ടീസറാക്കുന്നത്. അപ്പൊ ആ ടീസർ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്പായിനെ. ആ ടീസർ ഒരു ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്തെ കുറിച്ചിട്ട് മഹസർ എഴുതും പോലീസുകാർ. ശരി. ഇത്ര ഇങ്ങനെ അളവൊക്കെ പറയും, ഈ പോസ്റ്റിന്റെ അവിടെ നിന്ന് ഇത്ര മാറിയിട്ട് ഈ റൂമിൽ നിന്ന് ഇത്ര മാറി, ഒരു ഡെഡ് ബോഡി കിടക്കുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ പറയണം. അപ്പൊ അത് കണ്ടിട്ടൊക്കെ എന്നോട് പോലീസുകാർ എന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാനാണ് വായിക്കണേ, അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പോലും ഞെട്ടിപ്പോയിട്ട് മഹസർ ഇങ്ങനെ വായിക്കാന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെ പറയാൻ കാര്യം, അന്ന് ഷൂട്ടിന് ചെല്ലാണ് അവിടെ. ഷൂട്ടിന് ചെല്ലപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, എടാ വല്ല സീനുണ്ടാ, വല്ല ഡയലോഗ് ഉണ്ടാ ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. അപ്പൊ ഈ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ, വിഷമമാവും. ഇത് ഒന്നുമില്ല, വെറുതെ നമ്മളിങ്ങനെ വേറെ നിൽക്കണം. നട്ടപ്പുറ വെയിലാണ്, ഈ ഒരു കുന്നിൻ്റെ മുകളിലാണ്, ഈ കയറിക്കാനും സ്ഥലം. അപ്പോൾ വെയിലും കൊണ്ട് അവിടെ നിൽക്കണം, വേണമെങ്കിൽ ഒരു കുട എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ വേണം, സീനിലുണ്ട്, ഡയലോഗൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഒന്ന് ലൂസാവുമല്ലോ, ഡയലോഗ് ഇല്ലല്ലോ. ഭാവങ്ങൾ പിന്നെ നമ്മുടെ കയ്യിൽ കൊട്ടയിൽ ഇങ്ങനെ ഇട്ടിരിക്കല്ലോ, ഭാവങ്ങൾ വിതറിയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ലൂസായി നിൽക്കുന്ന സമയത്ത് അസോസിയേറ്റ് വന്നിട്ട് പറഞ്ഞു, ഇതാണ് പറയണ്ടേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, ഇതിപ്പോഴാ പറയണേ, ഇതുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് മഹസർ വായിക്കുന്നതാ, ഇതിങ്ങനെ കുറെ എഴുതിയിട്ടുണ്ട് ഇത്രാമത്. അപ്പൊ ഡയറക്ടർ പപ്പേട്ടൻ പറഞ്ഞു, അപ്പൊ പപ്പേട്ടനെ ഒത്തിരി ദൂരെ നിന്നാണ് കണ്ടു, കുറച്ചൊരു 10-25 മീറ്റർ അകലെ പപ്പേട്ടൻ നിൽക്കണം, ക്യാമറയോടെ എടുക്കാൻ പോവാണ്. അപ്പോൾ പപ്പേട്ടൻ പറഞ്ഞു, അത് മുഴുവൻ നോക്കി വായിച്ചാലും മതി, മുഴുവൻ പറയാൻ വേണ്ട ജെയിംസ് എന്ന് പറയും. കാരണം ഈ ആള് ഓഡിയോ കേൾക്കില്ലെങ്കിൽ ആൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, എനിക്ക് അപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ അസോസിയേറ്റ് ചെയ്റ്റൊന്നും പറയുന്നത് അല്ല, അങ്ങനെ ഇതൊന്നും ഇല്ല, പക്ഷെ ഇതൊന്നും നേരത്തെ തരണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ പപ്പേട്ടൻ വായിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനത് വായിച്ചു. അപ്പൊ അപ്പോഴാണ് കിട്ടുന്നത്. ഞാൻ തിയേറ്ററിൽ അഭിനയിക്കുകയാണെങ്കിൽ, ഒരു നാടകത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ എനിക്കത് കുറേ ദിവസം കൊണ്ട് വായിക്കായിരുന്നു, ഓൺ ദ സ്പോട്ട് വെച്ചിട്ട്. ഇനി മാറ്റാൻ പറ്റില്ല, ഞാൻ എന്ത് പറയുന്നു അത് എടുക്കും. ഡയറക്ടർ ഓക്കെ പറഞ്ഞു, ഓക്കെയാണ്. അപ്പൊ അതല്ലേ റിസ്ക് എന്ന് പറഞ്ഞു, സിനിമയിൽ അഭിനയിക്കുന്നില്ലേ റിസ്ക്. എന്നിട്ടും അത് ഗംഭീരമായിട്ട് വന്നു എന്നാണ്. ഗംഭീരമായിട്ട് വന്നു. ചേട്ടാ, അനിൽ നെടുമങ്ങാടുമായിട്ട് വളരെ നല്ലൊരു സുഹൃത്ത് ബന്ധം ചേട്ടൻ ഉണ്ടായിരുന്നു അല്ലെ? നമ്മള് ഇന്റർവ്യൂ തുടങ്ങിയപ്പോ ചേട്ടന്റെ സിനിമയിലേക്കുള്ള എൻട്രി തുടങ്ങിയ കഥ മുതൽ അനിലേട്ടനുണ്ട്. അനിലേട്ട് അതിന് മുമ്പ് തിയേറ്ററായിട്ട് നമ്മുടെ കാൽക്കട്ടയിലൊക്കെ പോയി അത് അതിലുണ്ടായിരുന്നില്ല. അപ്പൊ അവന് സ്കൂളിൽ പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. എനിക്ക് പൊതുവെ എൻ്റെ ശരീരത്തിലെ ആളുകൾ തൊടുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. ശരി. പക്ഷെ അനിൽ മാത്രമാണ് എൻ്റെ തോളത്ത് കൈയിട്ടിട്ട് വർത്താനം പറയുമ്പോൾ ഇങ്ങനെ തോളത്ത് ഇങ്ങനെ കൈയിട്ടില്ലേ, അതിന് അനിൽ മാത്രമാണ് ധൈര്യം കാട്ടിയിട്ടുള്ളൂ. ഞാൻ അതിൽ മാത്രമാണ് കംഫർട്ടായിരുന്നത്. അത്ര അടുത്ത സുഹൃത്തായിരുന്നു അവൻ. എനിക്ക് ആകെ കൂടി ഒരു സുഹൃത്തുണ്ടായിരുന്ന അവനായിരുന്നു. അവന് ആ സൗഹൃദത്തിന്റെ ഇന്റിമസി പറയുകയാണെങ്കിൽ, സൗഹൃദത്തെ കുറിച്ച് പറയാം, സിനിമയും നാടകമൊക്കെ അവിടെ നടക്കട്ടെ. ഒരിക്കലേ അവൻ കുറെ വിവാഹം കഴിക്കുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് അവൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ അഡാപ്റ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യം. ഫോൺ വിളിച്ചിട്ട് അവൻ ചോദിക്കുന്നത്, തിരക്കിലാണോടാ എന്ന് ചോദിക്കും. അത് ഞാൻ പിന്നെ അഡാപ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ആരെ വിളിക്കലും തിരക്കിലാണോ എന്ന് ചോദിക്കും. അയാൾ ഫോൺ എടുക്കുമ്പോൾ തിരക്കില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ ആ ഒരു കൺസേൺ അവൻ എനിക്ക് തരാറുണ്ട്. അവൻ എല്ലാവരോടും അങ്ങനെ ആയിരിക്കും. അപ്പൊ ഒരു വട്ടം ഇങ്ങനെ വിളിച്ച് തിരക്കിലാണോ, അപ്പൊ ഞാൻ പറഞ്ഞില്ലടാ പറഞ്ഞല്ലേ ചോദിച്ചു. അവനിങ്ങനെ പറയാൻ തുടങ്ങണമല്ലോ, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ നിന്റെ കല്യാണം നിശ്ചയിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ ഞെട്ടിപ്പോ ചോദിച്ചാൽ എങ്ങനെ മനസ്സിലായി, നിന്നോട് ആരെ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, അല്ല നിന്റെ ഒരു പോസ്. ഒന്നും പറഞ്ഞിട്ടില്ല, സത്യത്തിൽ അവന്റെ കല്യാണം ക്ഷണിക്കാൻ നിശ്ചയിച്ചു എന്ന് പറയാൻ വേണ്ടി വിളിച്ചത് തന്നെ. അപ്പൊ അത്ര ഞങ്ങൾക്ക് അങ്ങനെ, അത് എനിക്ക് ഭയങ്കര, ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് തോന്നുന്നു. അവൻ്റെ വീട്ടിൽ ഒരുപാട് താമസിക്കും. പിന്നെ അങ്ങനെയായിരുന്നു സൗഹൃദം. ഞാൻ താമസിച്ചിരുന്ന അന്ന് വട്ടിയൂർക്കാവ് മണ്ണാർക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോഡ്ജിൽ ഞാനുണ്ട്, വേറെ സുഹൃത്ത് ഉണ്ട്. അപ്പോൾ അനിൽ അവിടെ വരും. അപ്പോൾ അനിൽ വന്നിട്ട് ഇങ്ങനെ എപ്പോഴും പറയും, കാവ്യമാധവനും പ്രേം നസീറും കൂടിയിട്ട് ഒരു പാട്ട് സെല്ലിൽ അഭിനയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും.
അത് പോയാടായിരുന്നു നിൻ്റെ ഓരോ പരിപാടി എന്ന് പറഞ്ഞ് ഞാൻ അവന് ചീത്ത പറയാറുണ്ട്. അല്ലടാ അത് നന്നാവിടെ അത് രസമുണ്ടാവും, നീ എന്താടാ പറഞ്ഞത്. അവനിങ്ങനെ ഒരു ഒരു കുറച്ച് തൻ്റെടിയുടെ ഒരു സ്വഭാവം ഉണ്ടാവില്ല. അതല്ലടേ അതായത് നന്നാവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. നിന്ന് പോയാടാണ് അവൻ്റെ കാവ്യമാധവനും മറ്റൊരു ഗൗരവമുള്ള കാര്യം ചിന്തിക്കാനെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ സ്പാർക്കുകൾ പറഞ്ഞ ഒരു ഘട്ടത്തെപ്പോഴേക്കും എനിക്ക് എറണാകുളത്തേക്ക് ടെലിവിഷൻ്റെ പരിപാടിയായിട്ട് മാറേണ്ടി വന്നു. അപ്പോൾ ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞ അവൻ അതിൻ്റെ അവതാരകനായിട്ട് എന്നെയാണ് വിചാരിച്ചിരുന്നത്. ഓക്കെ. അതെനിക്കറിയില്ലായിരുന്നു. പിന്നീട് അവൻ പറഞ്ഞത് അത് നിന്നെ വെച്ച് ചെയ്യാനായിരുന്നു. അപ്പോൾ കാരണം ഞാനിതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. കാവ്യമാധവനും പ്രേമനസറും പാട്ട് അങ്ങനെയായിരുന്നു അവൻ്റെ പ്രോഗ്രാമിൻ്റെ കണ്ടന്റ് മുഴുവൻ. കണ്ടിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ് അവൻ പ്രസിദ്ധനായത്. മരണത്തിന് കുറച്ച് നാൾ മുമ്പ് വിളിച്ചിട്ട് അവൻ പറഞ്ഞു, 2 ആഴ്ച മുമ്പ് വിളിച്ചിരുന്നു. അവൻ വിളിച്ചിട്ട് പറഞ്ഞത് എൻ്റെ അടുത്ത്, അവന് തിരുവനന്തപുരത്തെ ഏതൊരു സ്വർണ്ണക്കടയുടെ ഒരു ലോക്കൽ ഒരു കടയുടെ ഒരു പരസ്യൻ്റെ എത്ര പൈസ വാങ്ങിക്കണടാ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവനങ്ങനെ പൈസയെ കുറിച്ചിട്ടൊന്നും എനിക്കങ്ങനെ അറിഞ്ഞിട്ടല്ല, പക്ഷെ അവനകത്ത് ധാരണയില്ല. അപ്പോൾ ഈ അയ്യപ്പനും കോശിയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നീ എത്ര വാങ്ങിക്കണം, ഞാൻ ഒരു ദിവസത്തിൽ ഇത്രയും വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു അത്രയെങ്കിലൊക്കെ വേണം. ഏട്ടാ ഇത് ലോക്കലാടേ. ഞാൻ പറഞ്ഞു അത്രയെങ്കിലൊക്കെ നീ പറയേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിരുന്നു. പിന്നീട് ഒരു ക്രിസ്മസിൻ്റെ തലേന്ന് വാർത്ത അളീനാണ് എൻ്റെ അടുത്ത് പോയത്. ഞാൻ നാട്ടിലായിരുന്നു അപ്പോഴാണ് പറഞ്ഞത്. ഞാൻ പോയിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. കാരണം അവനൊരു തൻ്റെടിയായിട്ട് ജീവിച്ചിരുന്ന ആളാണ്. തൻ്റെടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ പലർക്കും അവനോട് ഭയങ്കര ആരാധനയുണ്ടാവും. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു അവൻ ജീവിതത്തിൽ. ഭയങ്കര തമാശകൾ ഒപ്പിക്കും. നെടുമങ്ങാടുന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ വരുമ്പോൾ വലിയ കോട്ടൊക്കെ ഇട്ട്, ഡ്രാക്കുളൊക്കെ ഇടുന്ന കോട്ടൊക്കെ ഇട്ടിട്ട് ബസ്സിൽ KSRTC കയറി വരും. നെടുമങ്ങാടുന്ന് 10-20 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരം. അങ്ങനെ വിചിത്രമായ പല പല കേസുകളുണ്ട് അവൻ്റെ. പലതും പറയാൻ പറ്റില്ല. അവൻ തിരുവനന്തപുരത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ, ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്, അവനതൊക്കെ ത്രില്ലാണ്. അവൻ രസിച്ച് ചെയ്യുന്നതാണ്. ഒരു ദിവസം അവിടെ രാത്രിയായപ്പോൾ പോലീസുകാർ നോക്കുമ്പോൾ ഒരാളിങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് പോകും ടോയ്ലറ്റിലേക്ക്. അവൻ പോയി യൂറിനേറ്റ് ചെയ്തിട്ട് തിരിച്ചു പോവാ. എവിടേക്ക് പോകണം എന്താ അല്ല ഞാൻ യൂറിനേറ്റ് പോലീസ് സ്റ്റേഷനിൽ. ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, സത്യമായിരിക്കണം. അങ്ങനത്തെ വിചിത്രമായ ഇടയാവും. കുറച്ച് പോലീസുകാരൊന്ന് ചെയ്യിപ്പിച്ചു ഞാൻ വണ്ടി, അപ്പോൾ അതുകൊണ്ട് കൊണ്ട് തട്ടി എന്നൊക്കെ പറയും. അങ്ങനെ പോലീസുകാരൊക്കെ പിന്നാലെ വണ്ടി ഓടിച്ച് വരുന്നൊക്കെ അങ്ങനത്തെ കുറെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ത്രില്ലൊക്കെ ജീവിതത്തിൽ ആസ്വദിച്ചിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആസ്വദിച്ചിരുന്ന ഒരാൾ അവസാനം അവൻ്റെ വീടിൻ്റെ, ഞങ്ങൾ ഒരുപാട് നേരം ഭക്ഷണം കഴിച്ചിട്ടുള്ള വീടിൻ്റെ അടുക്കളയുടെ സ്ഥലത്ത് കുറച്ച് വിറകിൻ്റെ മുകളിൽ ആളെ കിടത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ. അപ്പോൾ ആ കിടപ്പ് നമ്മളെങ്ങനെയൊക്കെ ജീവിച്ചിട്ടും തീ കിടക്കാൻ വേണ്ടിയിട്ടല്ലേ